ഹലോ ഹലോ, നമ്മുടെ ഈ വാഹനത്തിന്റെ വശത്തിരിക്കുന്ന എല്ലാവരും ഈ കിഴക്ക് ഭാഗത്തേക്ക് മാറി നിൽക്കണം. എല്ലാവരും കിഴക്ക് ഭാഗത്തേക്ക് മാറി നിൽക്കുക. ഇവിടെ ഈ പ്രതിഷേധ സമ്മേളനത്തിന്റെ അധ്യക്ഷനായി ശ്രീ സന്ദീപ് വൈസ്പതി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ ക്ഷമിക്കണം, ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് പാർട്ടിയുടെ മാവേലിക്കര ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് കെ അനൂപിനെ ക്ഷണിക്കുന്നു. ഈ പ്രതിഷേധ സമ്മേളനത്തിന്റെ ബഹുമാനായ അധ്യക്ഷൻ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സന്ദീപ് വൈസ്പതി അവർ ഇന്ന് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ ബഹുമാനായ സംസ്ഥാന മീഡിയ കൺവീനർ ശ്രീ അനൂപ് ആന്റണി അവർ, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ കൃഷ്ണകുമാർ രാംദാസ്, ജില്ലയുടെ ഭാരവാഹികൾ, മറ്റ് മുതിർന്ന കാര്യകർത്താക്കൾ, സമരഭടന്മാർ, അഭ്യുദയകാംക്ഷികൾ, ജനാധിപത്യ വിശ്വാസികൾ, ഞങ്ങളെ ശ്രമിക്കുന്ന നല്ലവരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികൾ അടക്കുന്നവർക്ക് നമസ്കാരം. ഒരിക്കലും ഈ ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾക്ക് നമ്മളാരും തടസ്സമുണ്ടാക്കാൻ പാടില്ല. നമ്മൾ രോഗികളെ സംരക്ഷിക്കുന്നതിനായിട്ടാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രോഗികൾക്കും ആംബുലൻസ് പോലെയുള്ള വാഹനങ്ങൾക്കും ഒരു കാരണവശാലും ആരും തടസ്സമുണ്ടാക്കാതെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ആലപ്പുഴ സൗത്ത് ജില്ലയുടെ നേതൃത്വത്തിൽ ഈ മാവേലിക്കര ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ച് എന്ന് പറയുന്നത് കേരളം മുഴുവൻ നടക്കുന്നൊരു പ്രതിഷേധമായിട്ട് മാത്രമല്ല, മറിച്ച് മാവേലിക്കര ഗവൺമെന്റ് ആശുപത്രി എന്ന് പറയുന്ന ജില്ലാ ആശുപത്രിയുടെ കെട്ടിടം വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് ഇന്ന് ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ കെട്ടിടത്തിന്റെ പണി തുടങ്ങിയിട്ട് 5-6 കൊല്ലമായി. പഴയ കെട്ടിടത്തിൽ രോഗികൾ കയറുമ്പോൾ കോട്ടയത്തെ ബിന്ദുമാർ മാവേലിക്കരയിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് BJP ഈ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. മാവേലിക്കര ഗവൺമെന്റ് ആശുപത്രി ജില്ലാ ആശുപത്രിയിലേക്ക് വൈകിട്ട് ഒരു ചെറിയ ആക്സിഡന്റായി, ചെറിയ പരുക്കായി ഈ ആശുപത്രിയിലേക്ക് എത്തിയാൽ ഉടൻ ഇവിടുത്തെ ആശുപത്രി അധികൃതർ പറയുന്നത് എന്താ? മാവേലിക്കരയിൽ അതിനുള്ള അടിസ്ഥാന സൗകര്യമില്ല, ഇത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരു 108ന്റെ ആംബുലൻസ് വിളിച്ചാൽ കിട്ടുമോ? കിട്ടില്ല. ആ അവസ്ഥയാണ് മാവേലിക്കരയിലെ അടിസ്ഥാനപരമായി ഇവിടുത്തെ രോഗികൾ അനുഭവിക്കുന്ന കാര്യം. ഇവിടെ ഓൺ കോളിൽ ഡോക്ടർമാരില്ല. ഇവിടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സർജറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആൾക്കാർ എത്തിയാൽ ഇവിടെ സർജറി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന മറുപടി. നല്ല ഡോക്ടർമാരുണ്ട്, പക്ഷെ അവരുടെ സേവനം പോലും കൃത്യമായി ലഭിക്കാത്ത സാഹചര്യം. അതിനാവശ്യമില്ലാത്ത സൗകര്യങ്ങൾ, ആവശ്യമുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നില്ല. ഇവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ കറണ്ട് പോയാൽ ഇപ്പോഴും ടോർച്ച് അടിച്ചുകൊണ്ട് സർജറി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്തൊരു നാണം കെട്ട കാര്യമാണ് ഇവിടെ നടക്കുന്നതെന്ന് പറയാതിരിക്കാനാവില്ല. ഇവിടെ നല്ല ഒരു ഗൈനക് വിഭാഗമുണ്ടായിരുന്നു. ഇന്ന് ആ ഗൈനക്കോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാത്രിയിൽ ഒരു രോഗിയെ കൊണ്ടുവന്നാൽ ആ രോഗിയെ നോക്കാൻ ഗൈനക് ഡോക്ടർമാർ രാത്രിയിൽ ഇല്ലാത്ത അവസ്ഥയാണ്. ഒന്ന് ആലോചിക്കൂ, ഒരു ഗൈനക് വിഭാഗത്തില് ഒരു പെൺകുട്ടിക്ക്, ഒരു അമ്മയ്ക്ക് അമ്മയാവാനുള്ള പ്രസവവേദന അനുഭവിക്കുമ്പോൾ അത് രാത്രിയിൽ അനുഭവിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? രാത്രിയിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അവിടെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാൽ അതിനുള്ള അടിസ്ഥാന സൗകര്യമില്ല. അതുപോലെയാണ് ഓരോ വിഭാഗത്തിന്റെയും. ഇത് മാവേലിക്കരയെ ജില്ലാ ആശുപത്രിയായി ഉയർത്തിയതിനു ശേഷം ഇവിടെ ചുറ്റുമതിൽ കെട്ടി എന്നുള്ളതല്ലാതെ മറ്റ് ഒന്നുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാവേലിക്കരയിൽ ഈ ആശുപത്രിയുടെ കവാടത്തിന് സമീപത്തായി വലിയ കുഴിയുണ്ടായിരുന്നു. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഒരിക്കലും ഇവിടെ ഒരു വാഴനട്ട് പ്രതിഷേധിച്ചു. ആ വാഴനട്ട് പ്രതിഷേധിച്ചപ്പോ ഇവിടുത്തെ നഗരസഭയുടെ MP ആയിരുന്ന ശ്രീമതി ജയശ്രീയെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു. കാരണം ഈ റോഡിന്റെ പണി അനുവദിച്ചിട്ടും ഈ പണി നടക്കാത്തത് MLA അടക്കമുള്ളവരുടെ കെടുകാര്യസ്ഥതയാണ് എന്ന് ആ ഉദ്യോഗസ്ഥ സൂചിപ്പിച്ചത് കൊണ്ടാണ് BJP സമരം നടത്തിയത്. അതുകൊണ്ട് ഇവിടെ അടിസ്ഥാന സൗകര്യമില്ലാത്തത് വെളിയിൽ പറഞ്ഞ മാവേലിക്കര നഗരസഭയുടെ MP ശ്രീമതി ജയശ്രീയെ ട്രാൻസ്ഫർ ചെയ്ത ഒരു മേഖലയാണ്, ഒരു സ്ഥാപനമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. മാവേലിക്കരയുടെ MLA ഉണ്ടല്ലോ, ശ്രീ അരുൺകുമാർ എവിടെയാണ്? അരുൺകുമാറിന്റെ വീട് ഇവിടെ അടുത്താണല്ലോ. ഇടയ്ക്ക് രാവിലെ ആശുപത്രിയിലേക്ക് വന്ന് ഒന്ന് കറങ്ങിപ്പോകുന്നത് കാണാം. ഇവിടെ നബാർഡിന്റെ സഹായത്തോടു കൂടി, കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടു കൂടി 130 കോടി രൂപയാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അത് 86 കോടിയായിരുന്നു. അത് 135 കോടിയായി വർദ്ധിപ്പിച്ചു. അത് വർദ്ധിപ്പിച്ച്
ഇതിന്റെ അടിസ്ഥാനപരമായ ബിൽഡിങ്ങിന്റെ പണി അപ്പുറത്ത് നടക്കുമ്പോഴും അത് കേരള സർക്കാരിന്റെയാണ്, കിഫ്ബിയുടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തി ആ പണി കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത മാവേലിക്കരുടെ അപമാനമായി മാറിയിരിക്കുകയാണ് മാവേലിക്കരുടെ MLA. നഗരസഭയുടെ അവസ്ഥയും ഇത് തന്നെ. ഈ ആശുപത്രി നോക്കുന്നത് ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി എന്താണ് ഈ ആശുപത്രിക്ക് വേണ്ടി ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയമുള്ളവരെ. ഈ കൊടും ചൂടിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഈ ആശുപത്രിയുടെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി വന്ന സമയത്ത് പിണറായിയുടെ പോലീസിനെ ഉപയോഗിച്ചിട്ട് തടയാൻ വേണ്ടി ശ്രമിക്കുക. ഈ മാർച്ച് ഇവിടേക്ക് എത്തിയ സമയത്ത് ഒരു ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ തടയാതെ പോലീസ് നേരിട്ട് തടയാൻ വേണ്ടി ശ്രമിക്കുന്നത് മനഃപൂർവ്വം ഒരു സംഘർഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയല്ലേ? ഒരു ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് തടയാമായിരുന്നല്ലോ. അത് തടയാതെ പ്രവർത്തകരെ നേരിട്ട് തടയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ ഒരു സംഘർഷം ഉണ്ടാകണം. അതുവഴി പ്രവർത്തകരെ കള്ളക്കേസിൽപ്പെടുത്തണം. അതിനുവേണ്ടിയുള്ള ഇവിടുത്തെ MLAയുടെയും പിണറായി ഗവൺമെന്റിന്റെയും ഒരു വലിയ ആസൂത്രണം ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയാണ്. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഒരു കാര്യം മനസ്സിലാക്കണം. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് മുമ്പിൽ പോലീസ് ഇങ്ങനെ മതിൽ കെട്ടി നിന്നാല് ഞങ്ങളങ്ങനെ കയറില്ല എന്നൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. അങ്ങനെ കയറണമെന്ന് ഞങ്ങൾ കരുതിയിരുന്നെങ്കിൽ അതിനകത്ത് കയറുമായിരുന്നു, അതിനകത്ത് കയറി പ്രതികരിക്കുമായിരുന്നു. അതിനുള്ള ചങ്കൂറ്റവും ചുണയുമുള്ള പ്രവർത്തകരാണ് ഇവിടെ നിൽക്കുന്നത്. അത് വേണ്ട എന്ന് തീരുമാനിച്ചത് കൊണ്ടാ ഗവൺമെന്റ് ആശുപത്രിക്ക് അകത്തേക്ക് കയറി അവിടെ കയറി കൊടി നാട്ടിയത് കൊണ്ടല്ല, മറിച്ച് ഇവിടുത്തെ അടിസ്ഥാനപരമായ സൗകര്യം നടപ്പിലാക്കുകയാണ് വേണ്ടതെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ അകത്തേക്ക് കയറാത്തത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന പാർട്ടിയുടെ ബഹുമാനായ ജില്ലാ അധ്യക്ഷൻ ശ്രീ സന്ദീപ് വൈസ്പതി അവരുടെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സമരം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ ബഹുമാനായ മീഡിയയുടെ സംസ്ഥാന കൺവീനർ മികച്ച വാഗ്മി ശ്രീ അനൂപ് ആന്റണി അവരുടെ ഈ ജില്ലയുടെ ഹൃദയത്തിലേക്ക് എന്ന് സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാർ രാംദാസ് അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ ഭാരവാഹികളായ ശ്രീ അനിൽ വള്ളികുന്നം, ശ്രീ സതീഷ് ചെറുവല്ലൂർ, ശ്രീ വെട്ടിയാർ മണിക്കുട്ടൻജി അവർ, ശ്രീ അഡ്വക്കേറ്റ് KV അരുൺ, ശ്രീ KS വിനോദ് അവർ, ശ്രീ ദേവാനന്ദ്ജി, മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരായ വിനീത് ചന്ദ്രൻ, പ്രമോദ് കാരക്കാട്, ശ്രീമതി മോനിഷ, ശ്രീ പ്രഭുകുമാർ മുകളയത്ത്, ശ്രീ K സഞ്ജു അവർ, ശ്രീ സതീഷ് മാന്നാർ, സതീഷ് കൃഷ്ണൻ, D വിനോദ് കുമാർ അടക്കം ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ജില്ലാ അധ്യക്ഷൻ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസുമായിട്ടുള്ള ഒന്നുകളിലും ശാരീരിക അസ്വാസ്ഥ്യം ഏർപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് യോഗത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് മാറി ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ സന്ദീപ് വൈസ്പതി അവർ, ശ്രീ അനൂപ് ആന്റണി അവരുടെ ഈ കേരളത്തിന്റെ ഉറച്ച ശബ്ദമായ യൗവനത്തിന്റെ പ്രതീകമായ പ്രതിഷേധക്കാർക്ക് എന്നും ആശയും ആവേശവുമായിരുന്ന ശ്രീ അനൂപ് ആന്റണിയെ ഈ പ്രതിഷേധ സമ്മേളനം, ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഔപചാരികമായി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ഈ യോഗത്തിന്റെ സമാരാധ്യനായിട്ടുള്ള അധ്യക്ഷൻ, പ്രിയ സുഹൃത്തും ആലപ്പുഴ സൗത്തിന്റെ ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ശ്രീ സന്ദീപ് വചസ്പതി, ബഹുമാനപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ, എന്നെ ശ്രമിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. കേരളത്തിന്റെ മനസ്സാക്ഷിയെ അത്രയേറെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്. ഒരു സാധാരണ വീട്ടമ്മയായ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ അവരവരുടെ കുടുംബത്തിന് ആവശ്യമായ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ ആ കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴകി ദ്രവിച്ച ഒരു കെട്ടിടത്തിന്റെ അടിയിൽപ്പെട്ട് 3 മണിക്കൂർ ശ്വാസം കിട്ടാതെ ദാരുണമായ മരിച്ച ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കേരളം നോക്കിക്കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്രയേറെ ദാരുണമായിട്ടാണ് ആ സ്ത്രീ, ബിന്ദു എന്ന് പറയുന്ന ആ സ്ത്രീ, ആ പ്രിയപ്പെട്ട സഹോദരി മരണപ്പെട്ടത്. ഞാൻ അടിവരയിട്ട് പറയുകയാണ്, ബിന്ദുവിന്റെ മരണം കേരളത്തിന്റെ സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് എന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. കാരണം നമ്മളെല്ലാം ആ കാഴ്ചകൾ കണ്ടതാണ്. ആ കെട്ടിടം വീണ് 3 മണിക്കൂർ കഴിയുന്നത് വരെയും അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ
തടസ്സമായി നിന്നത് കേരള സർക്കാർ, പിണറായി വിജയൻ സർക്കാരിലെ ഒരു മന്ത്രിയാണ്. അവർ പറഞ്ഞു ആ കെട്ടിടത്തിന് കീഴിൽ ആരുമില്ല, അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, കാരണം അവർക്ക് മുഖം സംരക്ഷിക്കണം. കേരള സർക്കാർ നമുക്കറിയാം ഇവിടെ കൊട്ടിഘോഷിച്ചു വെച്ചിട്ടുണ്ട് ഒരു ആരോഗ്യ മോഡൽ, ഒരു നമ്പർ 1 PR ആരോഗ്യ മോഡൽ ഉണ്ട്. ആ നമ്പർ 1 PR ആരോഗ്യ മോഡലാണ് അന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് തകർന്നു വീണത്. അപ്പോൾ ആ PR ആരോഗ്യ മോഡലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് 3 മണിക്കൂർ ബിന്ദു എന്ന് പറയുന്ന ആ പാവപ്പെട്ട വീട്ടമ്മയെ ആ കെട്ടിടത്തിന്റെ താഴെ തള്ളിയിട്ടുകൊണ്ട് 3 മണിക്കൂർ കാത്തിരുന്നതിന് ശേഷമാണ് അവരെ വലിച്ചു പുറത്തെടുത്തത്. ആ കാഴ്ച കേരളം നമ്മൾ കണ്ടു. വളരെയധികം ഞെട്ടലോടെ, വളരെയധികം വിഷമത്തോടു കൂടിയാണ് കേരളം ആ കാഴ്ച കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അടിവരയിട്ട് പറയുന്നത്, കേരള സംസ്ഥാനത്തിലെ മന്ത്രിമാരുടെ, പിണറായി വിജയൻ സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ് ബിന്ദു എന്ന് പറയുന്ന സ്ത്രീക്ക് ആ മരണം നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി, നമ്മുടെ ആരാധ്യനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന കോട്ടയത്തെ മാർച്ച് ഉൾപ്പെടെ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ സമരവുമായി നിരത്തുകളിലാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് നേരെ ഭീഷണി മുഴക്കാൻ ഡിവൈഎഫ്ഐക്കാരും CPM-കാരും ശ്രമിക്കുന്നുണ്ട്. ഇവിടെ സമരവുമായി വന്നു കഴിഞ്ഞാൽ അതിന് മറുപടി നൽകാൻ ഞങ്ങൾക്കാവുമെന്ന് ഡിവൈഎഫ്ഐക്കാർ ഭീഷണി മുഴക്കുന്നു. ആ ഡിവൈഎഫ്ഐക്കാരോട് പറയാനുള്ളത്, ഇതല്ല സമരം. വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിന്റെ നിരത്തുകൾ കാണാൻ പോകുന്നത് ഇതിലും 10 മടങ്ങ് ശക്തിയുള്ള സമരങ്ങളാണ്. ഭാരതീയ ജനതാ പാർട്ടി അടിവരയിട്ട് പറയുന്നു, നിങ്ങളുടെ മന്ത്രിമാരായ ശ്രീമതി വീണ ജോർജും ശ്രീ VK വാസവൻ അടങ്ങുന്ന നിങ്ങളുടെ മന്ത്രിമാർക്കെതിരെ കേസെടുത്ത് അവരെ രാജിവെപ്പിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ നിരത്തുകളിൽ ഇതിലും 10 മടങ്ങ് ശക്തിയോടുകൂടി ഭാരതീയ ജനതാ പാർട്ടി സമരത്തിന് ഇറങ്ങുന്നതായിരിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. ഈ ശ്രീമതി വീണ ജോർജ് തന്നെ അസംബ്ലിയുടെ ഫ്ലോറിൽ നിന്ന് പറഞ്ഞത് നമുക്കെല്ലാം ഓർമ്മയുണ്ട്. ഇവിടെ ഒരു കപ്പിത്താനുണ്ട് സാർ, ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ എന്ന് പറഞ്ഞത് കേരളത്തിലെ ജനസമൂഹം കേട്ടതാണ്. എന്നിട്ട് ആ കപ്പിത്താൻ ഇന്ന് എവിടെയാണ്? ബിന്ദുവിന്റെ സംഭവം നടന്ന് അതേ ദിവസം രാത്രിയിൽ ആ കപ്പിത്താൻ നാട് വിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അമേരിക്കയിലേക്ക് നാട് വിട്ടൊരു കപ്പിത്താൻ. ശ്രീമതി വീണ ജോർജിനോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരോട് പറയാനുള്ളത്, ഈ കപ്പൽ എന്നേ മുങ്ങിയിരിക്കുന്നു സാർ, ഈ കപ്പൽ എന്നേ മുങ്ങിയിരിക്കുന്നു. കപ്പിത്താനും നാട് വിട്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ്? അമേരിക്കയിലേക്ക്. സാധാരണക്കാരന് ഒരു അസുഖം വന്നാൽ, പാവപ്പെട്ടവന് വീട്ടിൽ എന്തെങ്കിലും ഒരു ക്ലേശം ഉണ്ടായി കഴിഞ്ഞാൽ അവൻ ഓടിപ്പോവേണ്ടത് എന്റെ പുറയിൽ കാണുന്ന ഇതുപോലുള്ള സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പരിവാരങ്ങൾക്കും അവരുടെ അനുചരന്മാർക്കും ചികിത്സയ്ക്ക് വേണ്ടി അവർ പോകുന്നത് അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കും സിംഗപ്പൂരിലേക്കുമാണ്. എന്തുകൊണ്ടാണ്? ഈ മുഖ്യമന്ത്രി തന്നെയല്ലേ പറഞ്ഞതൊരിക്കൽ, ഇന്ന് നാട്ടിലെ പണക്കാർക്ക് പ്രൈവറ്റ് ആശുപത്രിയിൽ പോകാൻ ഒരാഗ്രഹമില്ല. അവർ വലിയ വലിയ മുന്തിയ വണ്ടികളിൽ അവർ വന്നിച്ചിറങ്ങുന്നത് ഇതുപോലുള്ള സർക്കാർ ആശുപത്രികളിലാണ് എന്ന് ഈ മുഖ്യമന്ത്രി തന്നെയല്ലേ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് വീമ്പ് പറഞ്ഞത്. ആ വീമ്പ് പറഞ്ഞ മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ്, അങ്ങനെ പണക്കാർക്ക് ഇത്ര കൊതിയോടുകൂടി പോകാൻ ആഗ്രഹമുള്ള ആശുപത്രിയാണ് എന്റെ പുറകിൽ കാണുന്നതെങ്കിൽ എന്തുകൊണ്ട് ശ്രീ പിണറായി വിജയൻ ഇവിടെ വന്ന് ചികിത്സ നടത്തുന്നില്ല? കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോ ചികിത്സ നടത്തുന്നില്ല? അതുകൊണ്ട് ഈ ഇരട്ടത്താപ്പിന്റെ രാഷ്ട്രീയം, സ്വന്തക്കാർക്ക് വേണ്ടിയിട്ട്, സ്വയം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് പോകാൻ മടിയില്ലാത്ത മുഖ്യൻ, അതേസമയം സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ കോട്ടയം മെഡിക്കൽ കോളേജ് പോലുള്ള ആ കെട്ടിടങ്ങളിൽ, ആ കെട്ടിടങ്ങളുടെ അവസ്ഥയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ്, ആ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതായിരുന്നു. ആ ഡോക്ടർ പറയുന്നത്, അവിടെ ഉപയോഗിക്കാൻ അത്യാവശ്യമുള്ള മരുന്നില്ല, അവർക്ക് ആവശ്യമുള്ള ഉപകരണങ്ങളില്ല. എന്തിന്? സാധാരണക്കാരന് ഒരു ചികിത്സയ്ക്ക് പോകുമ്പോൾ ഏറ്റവും ആവശ്യമുള്ള ഒരു പഞ്ഞി പോലും വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രോഗി തന്നെ വാങ്ങിച്ചു കൊടുക്കണം. ഈ അവസ്ഥയാണ് ഇന്ന് കേരളത്തിലെ ഓരോ സർക്കാർ ആശുപത്രിയുടെയും. ഏത് സർക്കാർ ആശുപത്രിയിൽ നോക്കിയാലും അവിടെ ആവശ്യമുള്ള മരുന്നില്ല, അവിടെ ആവശ്യമുള്ള ഉപകരണങ്ങളില്ല, പഞ്ഞി പോലും പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥ. ഈ അവസ്ഥയിലാണ് ഇന്ന് ആരോഗ്യ കേരളം എത്തി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്ന് കേരളത്തിലെ PR മോഡൽ, നമ്പർ 1 ആരോഗ്യ മോഡൽ എന്ന് പറയുന്ന ആ ആരോഗ്യ മോഡൽ കൂടിയാണ് കോട്ടയത്തെ മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നപ്പോൾ തകർന്നു വീണത്. ഈ കേരളത്തിലെ PR മോഡൽ കൂടിയാണ്.
പിണറായി വിജയൻ സർക്കാർ ഇത്രയേറെ കൊട്ടിഘോഷിച്ചുകൊണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നടത്തി വരുന്ന ഈ PR മോഡൽ, ഈ കെട്ടിടങ്ങൾ PWD എന്ന് പറയുന്നത് ശ്രീമാൻ പിണറായി വിജയന്റെ സ്വന്തം മരുമകൻ, നമ്മുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകൻ, ആ മരുമകന്റെ കീഴിൽ നേരിട്ട് PWD ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ കാണുന്ന കെട്ടിടങ്ങളുടെ പണിയും മരാമത്ത് പണിയും ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയും ശ്രീമതി വീണ ജോർജോ ശ്രീമാൻ വാസവനോ മാത്രമല്ല, മരുമകനായിട്ടുള്ള ശ്രീമാൻ മുഹമ്മദ് റിയാസ് കൂടി ഇതിൽ കുറ്റക്കാരനാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്, ഈ മന്ത്രിമാർ ഉടനെ തന്നെ രാജിവെച്ച് പോകണം. ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ക്ലിപ്പ് കാണുകയായിരുന്നു. അതില് ശ്രീമാൻ പിണറായി വിജയന്റെ ഒരു 10-15 വർഷം മുമ്പുള്ള ഒരു വീഡിയോയാണ്. അതിൽ അദ്ദേഹം ഉമ്മൻചാണ്ടി സർക്കാരിനോട് ചോദിക്കുകയാണ്, ലേശം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോയിക്കൂടെ എന്ന്. ഇന്ന് ശ്രീമാൻ പിണറായി വിജയനോടും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ലേശം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോയിക്കൂടെ ശ്രീമാൻ പിണറായി വിജയൻ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഈ നാടിന്റെ അവസ്ഥ ഇത്രയും വലിയൊരു ദുരവസ്ഥയിൽ കേരളത്തിന്റെ ഓരോ രംഗങ്ങളും, ആരോഗ്യരംഗം മാത്രമല്ല ഓരോ രംഗം എടുത്തു നോക്കിയാലും ഇത്രയധികം ദുരിതത്തിൽ കൂടി കടന്നു പോകുന്ന മറ്റൊരു സാഹചര്യം, മറ്റൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരത്ത് നമ്മുടെ പാവപ്പെട്ട സഹോദരിമായിട്ടുള്ള ആശാ വർക്കർമാർ അവർ മുടിമുറിച്ചവിടെ പ്രതിഷേധിക്കുകയാണ്. പാവപ്പെട്ട നമ്മുടെ യുവാക്കൾ അവർ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി PSCയിൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്കും സെക്രട്ടേറിയറ്റിന് ഫ്രണ്ടിൽ വന്ന് മുട്ടുകുത്തി സമരം ചെയ്യേണ്ട അവസ്ഥയാണ്. ഇത്രയും വലിയൊരു ദുരവസ്ഥയിൽ കൂടിയാണ് ഇന്ന് കേരളം കടന്നു പോകുന്നത്. ഈ ദുരവസ്ഥയിൽ നിന്നൊരു മാറ്റം ഉണ്ടാവണം. ആ മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മാത്രമേ സാധ്യമാവൂ. നരേന്ദ്രമോദി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മാത്രമേ സാധ്യമാവൂ. കാരണം ഇന്ന് കേരളത്തില് എന്ത് ചോദിച്ചാലും ഉടനെ തന്നെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, പിണറായി വിജയൻ സർക്കാർ പറയുന്നത് കേന്ദ്ര സർക്കാരിനെ കുറിച്ചാണ്. ശരിയാണ്, നമുക്കെല്ലാം ഓർമ്മയുണ്ട്. അസംബ്ലിയുടെ ഫ്ലോറിൽ നിന്നുകൊണ്ട് ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടി MLA ഒരു വാക്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ഇന്ന് കേരളത്തിൽ എന്തെങ്കിലും വികസനം നടക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും വികസനം എടുത്തു കാണിക്കാനുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന വികസനം മാത്രമാണ്. PK കുഞ്ഞാലിക്കുട്ടി MLA ആണ് പറഞ്ഞത്, UDF-ന്റെ നേതാവ്. എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാർ പണി കഴിപ്പിക്കുന്ന നാഷണൽ ഹൈവേ ആയിക്കൊള്ളട്ടെ, വന്ദേ ഭാരത് ട്രെയിനുകൾ ആയിക്കൊള്ളട്ടെ, അമൃത് ഭാരത് സ്റ്റേഷൻ ആയിക്കൊള്ളട്ടെ, 1600 വരുന്ന ജനൌഷധി സ്റ്റോറുകൾ ആയിക്കൊള്ളട്ടെ, സാധാരണക്കാർക്ക് ചികിത്സയ്ക്കുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതി ആയിക്കൊള്ളട്ടെ, എല്ലാം നരേന്ദ്രമോദി സർക്കാർ. തൊഴിലുറപ്പ് പദ്ധതി ആയിക്കൊള്ളട്ടെ, എല്ലാം നരേന്ദ്രമോദി സർക്കാർ. സാധാരണക്കാരന് വീട് കൊടുക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന ആയിക്കൊള്ളട്ടെ, ജലജീവൻ പദ്ധതി ആയിക്കൊള്ളട്ടെ, എല്ലാം നരേന്ദ്രമോദി സർക്കാർ. പിന്നെ എന്താണ് ഈ പിണറായി വിജയൻ സർക്കാരിന് സ്വന്തമായിട്ട് പറയാനുള്ളത്? മരുമകൻ പറയുന്നത് പോലെ ഫ്ലെക്സ് വെക്കാനും റീൽ ഓടിക്കാനും മാത്രം അറിയാവുന്ന ഒരു സർക്കാർ. എന്തിനിങ്ങനെ ഒരു സർക്കാർ ഇവിടെ അധികാരത്തിൽ തുടരണം? പ്രിയപ്പെട്ട ജനങ്ങളെ, വരാൻ പോകുന്ന നാളുകൾ കേരളത്തിന്റെ വിധി എഴുതാൻ പോകുന്ന നാളുകളാണ്. ഈ സാഹചര്യം പിണറായി വിജയൻ സർക്കാരിന്റെ ഇവിടെ മുമ്പേ പ്രതീകാത്മകമായി കാണിച്ച ആ ശവപ്പട്ടിയിലെ അവസാനത്തെ ആണിയായി ബിന്ദുവിന്റെ സംഭവം മാറിക്കൊണ്ട് ഈ പിണറായി വിജയൻ സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങൾ തയ്യാറാവണം. ഈ സമരമായിട്ട് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ശക്തിയോടുകൂടി ഞങ്ങൾ മുമ്പോട്ട് പോകും. അന്ന് ഇത്രയും പോകുന്ന സന്നാഹം പോരാതെ വരും പിണറായി വിജയൻ സർക്കാരിന് ഞങ്ങളെ തടയാൻ വേണ്ടിയിട്ട് ഈ പ്രതിഷേധ പരിപാടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വരുന്ന ഈ എല്ലാ ജില്ലകളിലും നടക്കുന്ന BJPയുടെ പ്രതിഷേധ പരിപാടി ശ്രീമതി ബിന്ദുവിനും അവരുടെ കുടുംബത്തിനും നീതി ലഭ്യമാക്കിക്കൊണ്ട് മാത്രമേ ഞങ്ങൾ അവസാനിപ്പിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പാർട്ടിയുടെ ബഹുമാനായ ജില്ലാ അധ്യക്ഷൻ ശ്രീ സന്ദീപ് വചസ്പതി അവരുടെ ഈ യോഗത്തിനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഈ യോഗത്തിന്റെ ബഹുമാന്യനായ ഉദ്ഘാടകൻ പ്രിയപ്പെട്ട അനൂപ് ആന്റണി, പാർട്ടിയുടെ ജില്ലാ മണ്ഡലം ഏരിയ നേതാക്കന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും നമസ്കാരം. വളരെ രൂക്ഷമായ വെയിലത്ത് പ്രവർത്തകർ കാത്തു നിൽക്കുകയാണെന്നറിയാം. ഏതാനും വാക്കുകളിൽ ഔപചാരികതയുടെ പേരിൽ ഉപക്രമ പ്രസംഗം നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ നാം പ്രതിഷേധ യോഗം നടത്തുന്നതിന്റെ ആവശ്യകതയെപ്പറ്റി ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ നിങ്ങളോട് സവിസ്തരം പ്രസ്താവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് കേരളത്തില് പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ 10 വർഷമായി കെട്ടിപ്പൊക്കിയ നുണകളുടെ കൂമ്പാരമാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ആശുപത്രി കെട്ടിടത്തിന്റെ രൂപത്തിൽ ഇടിഞ്ഞു വീണത്. ഇന്ന് കേരളത്തിൽ നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ പേര് അന്വർത്ഥമാക്കുന്ന പോലെയാണ്. എല്ലാത്തിനും വീഴ്ചയാണ്. വീണ ജോർജാണ്.
വീണ മൂലം ആരോഗ്യവകുപ്പ് സമ്പൂർണമായി കുഴിയിലേക്ക് വീണു കഴിഞ്ഞു. മറ്റൊരു മകളായിരുന്നു വീണ, ശ്രീമതി വീണ വിജയൻ. ശ്രീമതി വീണ വിജയൻ മൂലം ആഭ്യന്തര വകുപ്പും കേരളത്തിന്റെ പൊതുഭരണവും സമ്പൂർണമായി വീണത് നാം കണ്ടതാണ്. അങ്ങനെ കേരളത്തിന്റെ ഭരണം മുഴുവൻ ഒരു വീഴ്ചയുടെ ഘോഷയാത്രയാണ് കഴിഞ്ഞ 11 വർഷമായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സംഭവം നടക്കുമ്പോഴും ഒറ്റപ്പെട്ട വീഴ്ച, ഒറ്റപ്പെട്ട സംഭവമെന്ന് ന്യായീകരിക്കാനല്ലാതെ AKG സെന്ററിൽ നിന്ന് പുറത്തിറക്കുന്ന ന്യായീകരണ ക്യാപ്സ്യൂളുകളുടെ പുറകിൽ അഭയം പ്രാപിക്കാനല്ലാതെ ഈ നാടിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ കണ്ടെത്തി അതിന് പരിഹാരം കാണാൻ നാളിതുവരെ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറന്മുളക്കാർക്ക് സംഭവിച്ച അബദ്ധമാണ് ശ്രീമതി വീണ ജോർജ്. ആറന്മുളക്കാർ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപാകെ കെട്ടിവെച്ച ഒരു വിഴുപ്പാണ് ശ്രീമതി വീണ ജോർജ്. ശ്രീമതി വീണ ജോർജ് അതിന് മുൻപുണ്ടായിരുന്ന ജോലി എന്താണെന്ന് നമുക്കറിയാം. വാർത്താ ചാനലിൽ വാർത്ത വായിക്കുന്ന പരിപാടിയായിരുന്നു. ഇന്ന് അതേപോലെയാണ് ശ്രീമതി വീണ ജോർജ്. ഓരോ ബുള്ളറ്റിനും ഓരോ സാരി മാറി ഉടുത്തു വരുന്നത് പോലെ ഓരോ പരിപാടിക്കും ഓരോ സാരി മാറി ഉടുത്ത് ലിപ്സ്റ്റിക് മിനുക്കി മുഖം മിനുക്കി മാധ്യമങ്ങളുടെ മുൻപാകെ വരുന്നതല്ലാതെ ആരോഗ്യ വകുപ്പിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെപ്പറ്റി ശ്രീമതി വീണ തീർത്തും അജ്ഞയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ തവണ ആറന്മുളക്കാർക്ക് സംഭവിച്ച ഒരു അബദ്ധം അതിന്ന് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കാർന്നു തിന്നുന്ന ഒരു അർബുദമായി മാറിയിരിക്കുകയാണ്. ശ്രീമതി വീണ ജോർജ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ ശാപമായി മാറിയിരിക്കുന്നു. ഈ ശാപത്തെ പേറേണ്ട ബാധ്യത കേരളത്തിന്റെ പൊതുസമൂഹത്തിനില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ കുട്ടി സഖാക്കന്മാര് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, വീണ ജോർജിനെതിരെ സമരവുമായി വന്നാൽ തെരുവിൽ നേരിടുമെന്ന്. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, നട്ടലുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരത്തെ തടയാൻ തെരുവിലേക്ക് വരുവാൻ ഞാൻ ഡിവൈഎഫ്ഐ നേതാക്കന്മാരെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസുകാരന്മാരെ തെരുവിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുമായിരിക്കാം, യൂത്ത് കോൺഗ്രസുകാരന്മാരെ വരുത്താൻ സാധിക്കുമായിരിക്കും, അവരെ ഭീഷണിപ്പെടുത്താൻ സാധിക്കുമായിരിക്കും. പക്ഷേ ആ ഹുങ്കുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് നേരെ വന്നാൽ നിങ്ങളെ രക്ഷിക്കാൻ പിണറായി വിജയൻ എന്നല്ല, MA ബേബിക്കെന്നല്ല, സാക്ഷാൽ കാറൽ മാക്സിന് പോലും ആവില്ല എന്ന് ഡിവൈഎഫ്ഐയുടെ കുട്ടി സഖാക്കന്മാർ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ നടത്തുന്ന സമരം ഒരു സൂചന മാത്രമാണ്. ഞങ്ങൾ ഏതെങ്കിലും അതിക്രമത്തിനോ അക്രമത്തിനോ ഇവിടെ വന്നവരല്ല. കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന സാധാരണ മനുഷ്യരുടെ ജീവൽ പ്രശ്നം ഉയർത്തിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ സമരം സംഘടിപ്പിച്ചത്. ഈ ജനത്തോട്, ഈ സമരത്തോട് ഈ നാട്ടിലെ സാധാരണക്കാരായ മുഴുവൻ മനുഷ്യർക്കും മനസ്സുകൊണ്ട് ഐകദാർഢ്യമുണ്ട് എന്നും ഞങ്ങൾക്കറിയാം. വരുന്ന ദിവസങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുത്ത് നടത്താൻ പോകുന്ന വലിയ സമരത്തിന്റെ മാനിയായി ഈ സമരത്തെ കണ്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന മുഴുവൻ ജനമുന്നേറ്റങ്ങൾക്കും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ സമരത്തിന് ഇവിടെ എത്തിയ മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രതിഷേധ സമരത്തിന് നന്ദി പറയാൻ വേണ്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ രാംദാസ് അവരെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ പ്രതിഷേധ യോഗത്തിന്റെ അധ്യക്ഷനും ആലപ്പുഴ സൗത്ത് ജില്ലയുടെ അധ്യക്ഷനുമായ പ്രിയപ്പെട്ട ശ്രീ സന്ദീപ് വാചസ്പതി, ഈ പ്രതിഷേധ യോഗം ഔദ്യോഗികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്ത മീഡിയ സെല്ലിന്റെ സംസ്ഥാന കൺവീനർ ശ്രീ പ്രിയപ്പെട്ട അനൂപ് ആന്റണി, ജനറൽ സെക്രട്ടറി ശ്രീ KK അനൂപ്, അതേപോലെ ജില്ലാ ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാര്, മറ്റു കാര്യകർത്താക്കളെ, കേരളത്തിൽ BJPയുടെ നേതൃത്വത്തിൽ മുഴുവൻ താലൂക്ക് ആശുപത്രിയുടെയും ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ സമരം നടക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അതിദാരുണമായ സംഭവത്തെ പിന്തുടർന്നുകൊണ്ടാണ് ഈ സമരങ്ങൾ ആരംഭിച്ചത് എന്ന് ധരിക്കരുത്. കഴിഞ്ഞ 6-7 മാസക്കാലമായി കേരളത്തിലെ ധർമാശുപത്രി എന്നറിയപ്പെടുന്ന സർക്കാർ ആശുപത്രിയിൽ രോഗികളുടെ ചികിത്സയ്ക്കുതകുന്ന മരുന്നുകൾ സപ്ലൈ ഇല്ലാതെ മുടങ്ങിയിട്ട് 1 വർഷമാകുന്നു. താലൂക്ക് ആശുപത്രിയിലെ ഹോസ്പിറ്റലിൽ OPയിൽ ഇരിക്കുന്ന ഡോക്ടർമാർ രാവിലെ വന്ന് ഫാർമസിയിൽ ലിസ്റ്റിലുള്ള മരുന്നുകൾ എത്രയാണ് എന്ന് നോക്കിയതിനു ശേഷമാണ് രോഗികളെ കൺസൾട്ട് ചെയ്യാനിരിക്കുന്നത്. ആ രോഗികളെ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർക്ക് കുറിച്ച് കൊടുക്കുന്ന മരുന്നുകൾ ഫാർമസിയിൽ സ്റ്റോക്കുള്ള മരുന്നുകൾ മാത്രമാണ് കുറിച്ചു കൊടുക്കുന്നത്. ആ രോഗിക്ക് ആവശ്യമായ മരുന്നുകൾ ഈ ധർമാശുപത്രി എന്ന് അവകാശപ്പെടുന്ന താലൂക്ക് ആശുപത്രിയിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഡോക്ടർമാർ കൊടുക്കുന്നില്ല. കേരളത്തിലെ ആരോഗ്യ രംഗത്ത് ചരിത്രത്തിൽ ഇത്രത്തോളം നാണക്കേടുണ്ടാകുന്ന സംഭവം ഉണ്ടായിട്ടില്ല. ഒരു വകുപ്പിന്റെ 28 വർഷം
സർവീസിലിരുന്ന ഇപ്പൊ അനൂപ്ജിയുടെ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു ഡോക്ടർ ഹാരിസ്. അദ്ദേഹം പറയുകയാണ് 28 വർഷം എന്റെ സർവീസിലിരുന്നതിന് ശേഷം ഞാൻ പ്രൊഫഷണലായിട്ട് ഈ സൂയിസൈഡ് ചെയ്തിരിക്കുന്നു, എന്റെ പ്രൊഫഷണൽ ഞാൻ സൂയിസൈഡ് ചെയ്തു, തൂക്കിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം ചികിത്സാ രംഗത്തിലില്ല. രോഗികൾ ചികിത്സയ്ക്ക് വരുമ്പോൾ, ഓപ്പറേഷന് വരുമ്പോൾ അവർക്ക് വേണ്ട എക്യുപ്മെന്റ്സുകൾ രോഗികളെ കൊണ്ട് വാങ്ങിപ്പിച്ചുകൊണ്ടാണ് സർക്കാർ ആശുപത്രികൾ ഇപ്പോൾ മൈനർ ഓപ്പറേഷൻ വരെ നടക്കുന്നത്. ഇത്രത്തോളം ഗതികെട്ട രീതിയിൽ ഈ കേരളത്തിലെ ആരോഗ്യരംഗം താറുമാറായി പോയിട്ടുണ്ടെങ്കിൽ 1 വർഷം കൂടിയാണ് ഈ സർക്കാർ കേരളത്തിന്റെ അധികാര കേന്ദ്രത്തിലിരിക്കുന്നത്. ഈ 1 വർഷത്തിനുള്ളിൽ ധർമാശുപത്രിയിൽ സമീപിക്കപ്പെടുന്ന എത്ര ആയിരക്കണക്കിന് രോഗികൾ തന്റെ ജീവൻ ബലികൊടുക്കപ്പെടേണ്ടി വരും ഈ ധർമാശുപത്രിയിൽ എന്ന് സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നില്ല, ഇതൊരു തുടക്കം മാത്രമാണ്. കേരളത്തിലെ മുഴുവൻ താലൂക്ക് ആശുപത്രിയിലും ഗവൺമെന്റ് ആശുപത്രികളിലും നിരന്തരമായി ഈ വകുപ്പുകളിലെ അനാസ്ഥയും ഡോക്ടർമാരുടെ ഒഴിവുകളുടെയും നഴ്സുമാരുടെ ഒഴിവുകളുടെയും ഫാർമസിയിലെ മരുന്നുകളുടെ കുറവുകളെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തില് സമരങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഈ പങ്കെടുത്ത മുഴുവൻ കാര്യകർത്താക്കൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. വന്ദേമാതരം. ജയ് ഹിന്ദ്. ത്യാഗ നടപടി അവസാനിച്ചിരിക്കുകയാണ്. മുഴുവൻ പ്രവർത്തകരും സമാധാനപരമായി പിരിഞ്ഞു പോകണം. യോഗം അവസാനിച്ചു.